ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തന്നെ സാധനം അൺബോക്സിംഗ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത് ഓണത്തിനാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഓണത്തിൻ്റെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് തന്നെ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനും സമയം കിട്ടിയില്ല. അൺബോക്സിങ്ങിൻ്റെ ചെറിയൊരു വീഡിയോ മാത്രമേ എടുത്തിരുന്നുള്ളൂ, സമയത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്നത് ദേവുട്ടി അല്ലെങ്കിൽ അച്ചസാണ്. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കാനും കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒക്കെ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവരില്ലാത്ത സമയത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു മീഷോ എന്നൊരു സെൽഫി സ്റ്റിക്കാണ് വാങ്ങിച്ചത്. 150 രൂപയ്ക്ക് കണ്ടായിരുന്നു മീഷോ എന്നാണ് മേടിച്ചത്. സംഭവം കുഴപ്പമൊന്നുമില്ല. അത് ഇത്രയും ഇത്രയും ഹൈറ്റൊക്കെ ഉണ്ട്, നീളും. ഇത്രയും ഹൈറ്റിലൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞാൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. പിന്നെ അതൊക്കെ നല്ല പൊളിയല്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടേബിളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ഫോൺ വയ്ക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ ഫോൺ വയ്ക്കാം. ഇതിലിങ്ങനെ ഫോൺ വെച്ചിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റും. അതെല്ലാം ഓക്കെ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും ഒക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇതിൽ വെച്ച് തന്നെ എടുത്തത്. അല്ലാത്ത കുറച്ചൊക്കെ എനിക്ക് ദേവുട്ടി വീഡിയോ എടുത്ത് തരാൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. ബേക്കിലോട്ട് ആക്കാൻ പറ്റത്തില്ല കേട്ടോ. ബേക്കിലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ബേക്കിലോട്ടുള്ള വീഡിയോ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം ടേബിളിൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടേബിളിൻ്റെ പുറത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സാധനം നമുക്ക് ഇതിൽ വെച്ചെടുക്കുക, എനിക്ക് ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിതിൽ ഫോൺ വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടിയിട്ട് നമുക്കിങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് നമ്മുടെ ഫോണിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കൊണ്ടുപോകാനൊക്കെ പറ്റും. നല്ല സാധനം തന്നെയാണ്. ആ ഒരു റേറ്റിന് പൊളി സാധനം തന്നെയാണ്. പക്ഷേ എനിക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് മേടിച്ചു. റിംഗ് ലൈറ്റ് സ്റ്റാൻഡും കൂടെയുള്ള മേടിച്ചു. കട്ടിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുന്നത് മാത്രമല്ല വെട്ടത്തിൻ്റെ പ്രോബ്ലം നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ മേടിച്ചതാണ്. അപ്പോൾ അതും ഒരുപാട് കൂടിയൊന്നുമല്ല. ഞാൻ റിംഗ് ലൈറ്റ് സംഭവം ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല. ആദ്യമായിട്ട് വാങ്ങിച്ചപ്പോഴാണ് കണ്ടത്. അതുകൊണ്ട് അത് സെറ്റ് ചെയ്ത് എടുക്കാൻ തന്നെ എനിക്ക് ഒരുപാട് പാടുപെടേണ്ടി വന്നു. ആദ്യം എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തു. പക്ഷെ അതങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ ഒരുപാട് വീഡിയോകളൊക്കെ നോക്കിയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അത് സെറ്റ് ചെയ്ത് എടുത്തത്. ഇതാണ് സംഭവം. വീഡിയോ എടുത്തത് ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നതാണ്. ഇവിടെയാണ് നമുക്ക് ഫോൺ വയ്ക്കാനുള്ളത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിംഗ് ലൈറ്റ്. ഇതും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതുപോലെ ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതിങ്ങോട്ടും ഒക്കെ ചലിക്കാൻ പറ്റും. നമുക്ക് ചാച്ച് വെച്ചൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് എനിക്കൊരു 550 സംതിങ് അത്രയൊക്കെ ആയുള്ളൂ. ഇത് ഇത്രയും നല്ല കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. നല്ല സ്റ്റാൻഡാണ്. ഇത് നമുക്ക് മടക്കി വയ്ക്കാനൊക്കെ പറ്റും. അതെനിക്ക് വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് മടക്കി വയ്ക്കാനൊക്കെ പറ്റും. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ കേബിൾ വരുന്നത്. ഇത് ഓൺ ഓഫ് സ്വിച്ചാണ്. ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ്. അതുപോലെ തന്നെ നമുക്ക് 3 തരത്തിലുള്ള ലൈറ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി കൊടുക്കാനുള്ളതാണ്. പിന്നെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ പിന്നെ ഇത് നമുക്ക് നേരിട്ട് പവർ ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് പ്ലഗിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു കേബിൾ, അതായത് നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ വല്ലത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കേബിളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ ചാർജറൊക്കെ വെച്ച് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 550 രൂപയ്ക്ക് എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അത്ര റേറ്റിന് വേറെ സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ വേറെ 1-2 വീഡിയോസിൽ ഇത് കണ്ടിരുന്നു. ഈ ഒരു സംഭവം ആരെങ്കിലും ഇങ്ങനെ ബേക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് പോകും എന്നൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഫോൺ വയ്ക്കുന്നത് അത് അങ്ങനെ തന്നെ ഇരിക്കാറുണ്ട്. ഞാൻ അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൽ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം നമുക്ക് നേരെ ഫിക്സ് ചെയ്ത് ഇരുന്നിട്ടില്ല. നമുക്കത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും അഡീഷണലായിട്ട് വച്ചതിന് ശേഷം മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഇരിക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അത് മാത്രം അങ്ങോട്ട് ടൈറ്റ് ആവുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നി. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നി. പിന്നെ അവർ ആ വീഡിയോയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഒരു തവണ മടക്കി നമ്മൾ മടക്ക് നൂത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് മടക്കി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇതെനിക്ക് നല്ല രീതിയിൽ മടക്കി വയ്ക്കാനും പറ്റുന്നുണ്ട്, നൂത്ത് വയ്ക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൈസിന് ഇത്
ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഇവിടെ വീഡിയോ എടുത്താൽ ആരും ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, ഇവിടെ പവറുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലൊരു ബ്ലൂ കളർ ലൈറ്റ് വരും. നമുക്കതിൽ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് ഓണായിരിക്കും. ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ ഇത് വരുന്നത്. എന്താണ് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലൊരു ചെറിയൊരു വേറൊരു കളറായിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ വരും. ഇതൊരു വാം ലൈറ്റാണ്. നമുക്ക് ലൈറ്റൊക്കെ എനിക്ക് ഓക്കെയാണ്. അതുപോലെ നമുക്ക് കളർ ഇങ്ങനെ കൂട്ടി കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് കൊടുക്കാം. ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടി കുറയ്ക്കൊക്കെ കൊടുക്കാം. അപ്പം എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഇത്ര നീളമേ ഉള്ളൂ. നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്ന കേബിളിന് നീളം ഇത്രയേ ഉള്ളൂ. അത് മാത്രമേ എൻ്റെ ഒരു പ്രശ്നം. നമുക്ക് കുഴപ്പമില്ല, വല്ല അഡീഷണൽ ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രൈസിന് എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നി, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഓക്കെയാണ്. ഇത് പറഞ്ഞേ, ഇത് ഇവിടുത്തെ ഇത് ലൂസാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. നല്ല നീളമുണ്ട്. എനിക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല നീളമുണ്ട്. ഇത്രയും പൊക്കമുള്ള ഹൈറ്റ് ഞാൻ കാണിച്ചത് കേട്ടോ. ഹൈറ്റ് ഇത്രയും ഹൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്, വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന് ഇല്ല. എനിക്കിത് ഓക്കെയാണ്. ഓക്കെയാണെന്ന് വെച്ചാൽ ഇത് 550 രൂപയ്ക്കകത്തേ ആയുള്ളൂ. ആ പ്രൈസിന് എനിക്കിത് നല്ല ഇതായിട്ട് തോന്നി. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇതിന് എനിക്ക് അധികമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്താണ് ഇനി വീഡിയോസൊക്കെ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യാം. കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ എല്ലാം ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തന്നെ വീഡിയോ ഇടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. എല്ലാവരും എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ എന്താണ് നമ്മളെ വീഡിയോസൊക്കെ ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.